ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ബിൽസിന്റെ വാക്കുകൾ നൊമ്പരമാകുന്നു. ദൈവത്തിന്റെ കൃപയും കുടുംബത്തിന്റെ പ്രാർത്ഥനയുമാണ് തന്നെ രക്ഷിച്ചതെന്ന് പറയുമ്പോൾ ഈ 59-കാരന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മുണ്ടത്തിക്കോട് നടന്ന വെടിക്കെട്ട് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വേലൂർ ഒലക്കെങ്കിൽ വീട്ടിൽ ബിൽസന്റെ വാക്കുകൾ കേൾക്കുന്നവരുടെ കണ്ണ് നനയിക്കും. ഞാൻ ഗ്രൗണ്ടിലേക്ക് കുറച്ച് തിരി ഉണക്കാളതൊന്ന് മറിച്ചിട്ട് നന്നായി ഉണങ്ങി. ആ മറിച്ചിടുന്ന നേരത്ത് എൻ്റെ ഇടത്തെ ഭാഗത്തോട്ടൊരു ദീകോളം വന്ന് കടന്നൊരു അടി. അപ്പം തന്നെ ഞാൻ രണ്ടും മറിച്ചിലും പറഞ്ഞു, ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ആ തിരി അവിടെ നിറവൊന്നുമില്ലല്ലോ. ഈ തീനാളം ഭേന്നടിച്ച് പോയതിന് ഞാൻ രണ്ട് മറിവ് നോക്കി ആ തിരിയൊക്കെ കത്തി. അപ്പോഴേക്കും എനിക്ക് പിഴച്ചു മനസ്സിലായി. എനിക്ക് ചൂടനാണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ നേരെ കണ്ടം വഴിക്ക് മാറി. അപ്പോഴേക്കും ഞാൻ രണ്ട് ചാട്ടം ചാടുമ്പോഴേക്കും നിറവ് വരെ പോയി. പിന്നെ എല്ലാം പിന്നെ പിന്നെ ഒക്കെ പൊട്ടില്ല. അങ്ങനെ ഞാൻ തിരിഞ്ഞ് അപ്പുറത്തേക്ക് വന്നപ്പോൾ തിരി ചീകണമെടുത്ത പെണ്ണുങ്ങളുണ്ട്. ഉടൻ തന്നെ ഞാൻ പാടം വഴിക്ക് ഇങ്ങോട്ട് വന്നു. അവരാ തെറ്റണേ. കാരണം അവരെ അടുത്തേക്ക് തീയെത്തുമ്പോൾ ഞാൻ വരുമ്പോഴേക്കും അവരൊക്കെ ഇവിടെ നിന്ന് വിളിക്കും. രണ്ടാളെ ഞാൻ കൈ പിടിച്ചാൽ കൊടുക്കും. അപ്പം ഇവിടെ പൊട്ടിക്കിട്ടിരിക്കുന്നുള്ളിലൊക്കെ പിന്നെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ നിറവിൻ്റെ അവിടെ എൻ്റെ അറിവിൽ ഒരു 7-8 പേരുണ്ട്. അവരൊന്നും രക്ഷപ്പെടാൻ യാതൊരു മാർഗം. കാരണം ഈ ദീകോളം ഈ ഗ്രൗണ്ട് അടിച്ചിട്ട് പിന്നെ പൊട്ടിയത് ഈ നിറവ് ഷെഡില്ല. പിന്നെ ഇത്രയും നിറവ് ഷെഡിൻ്റെ അവിടെയുള്ള പോലെ മറ്റുള്ള സ്ഥലത്തൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു 10-30 പേരോളം ഉണ്ട്. അവർ എവിടെ ഓടി എങ്ങോട്ട് ഓടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് വെടിമരുന്ന് തിരികൾ ഉണക്കിക്കൊണ്ടിരിക്കെയാണ് ബിൽസിന്റെ തൊട്ടടുത്ത് വൻ തീഗോളം വന്നു പതിച്ചത്. ഏകദേശം 500 മീറ്റർ അകലെ വലിയ ഗുണ്ടുകൾക്ക് തിരിയിടുന്ന സ്ഥലത്താണ് ആദ്യം തീ കണ്ടതെന്നും ഉടൻ തന്നെ ജീവൻ രക്ഷിക്കാൻ പാടത്തിലൂടെ ഓടുകയായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നു. ഓടുന്നതിനിടെ പിന്നിൽ 3 മരുന്നുശാലകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. സ്ത്രീകളടക്കം 40ഓളം മലയാളികളാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. വലിയ ശബ്ദത്തെ തുടർന്ന് ബിൽസന് കേൾവിശക്തിയും തകരാർ സംഭവിച്ചിട്ടുണ്ട്. ലൈസൻസി സതീഷിന്റെ കീഴിൽ 7 വർഷമായി ജോലി ചെയ്യുന്ന തനിക്ക് ഇതുവരെ ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറെക്കുറെ 10-35 പേരോളം 30 പേരോളം ഉണ്ട്. കാരണം നാളെ സാമ്പിളിൻ്റെയൊക്കെ അപ്പോൾ ഒരുവിധം പണികളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. പിന്നെ നിയമപ്രകാരം ഇപ്പോൾ ഈ ഷെഡിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പണിയാൻ നിയമപ്രകാരമുള്ള മരുന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അനധികൃതമായിട്ടുള്ള ഒരു മരുന്നും ഉപയോഗിച്ചിട്ടില്ല അതിപ്പോഴും. പിന്നെ ഈ ഒരു ദീപോളം വന്ന് ഷെഡിൽ എങ്ങനെ അടിച്ചു എന്നുള്ള ചോദിച്ചറിയില്ല. ഒരു ഒറ്റ സെക്കൻഡ് തൊട്ട് 2-3 സെക്കൻഡ് അപ്പോഴേക്കും നിറവ് ഷെഡ് പൊട്ടി. ഞാൻ ഓടി അപ്പുറം ഞാൻ ഓടിയത് സ്റ്റോക്കിൻ്റെ അടുത്തൂടെ ഞാനില്ല. എന്തോ പൊട്ടിട്ട് ഇപ്പോൾ ഓടിയിട്ട് വേലിക്കമ്പി ചാടിയിട്ട് പാടത്തേക്ക് എത്തി. അപ്പോഴേക്കും സ്റ്റോക്ക് പൊട്ടി. അങ്ങനെ ഞാൻ അവിടെ വീണിട്ട് പിന്നെ നിന്നില്ല. വീണ്ടും ഞാൻ പുറത്തേക്കൂടെ ഓടി വന്നു. കാരണം അങ്ങനെ സൈഡിൽ നിന്ന് പെണ്ണുങ്ങൾ തിരിമുക്കുണ്ട്. ഞാൻ പിന്നെ പേടിക്കാനൊന്നും പോയില്ല. ഓടി ഇവിടെ തിരിഞ്ഞു വന്ന് വരുമ്പോൾ ഇവർക്ക് എനിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ഓടിക്കോ എന്ന് പറഞ്ഞു. ഓടി ഇവരെന്നെ ഒരു 50 മീറ്റർ വരെ ഒരാളെ എടുക്കിട്ടും ഇതൊക്കെ അവിടെ വരുമ്പോഴേക്കും അവരിരിക്കണ ആ ഷെഡും ആ സമയം കൊണ്ട് പോയി. അതാണ് ഷെഡ് കിട്ടും. അങ്ങനെ കിട്ടി. മൊത്തം എത്ര ഷെഡുകളാണ് അവിടെ ഉണ്ടായിരുന്നത്? ഷെഡ് ഇപ്പോൾ 1, 2, 3 ഷെഡായിട്ടുണ്ട്. പിന്നെ താൽക്കാലിക നിറവിനായിട്ട് പിന്നെ. പക്ഷെ എത്ര പേര് വെച്ചാൽ ഏറെക്കുറെ 8 പേരോളാണ് നിറവിൻ്റെ അവിടെ ഉള്ളത്. അതൊന്നും തിരിച്ചു വരുന്നുണ്ടാവില്ല. അത് മിസ്സിങ് തന്നെ. അത് കുണ്ടന്നൂർ ഉള്ള ആളുകളുടെ പേരൊന്ന് പറയാമോ? പിന്നെ കവളപ്പാറ ഉണ്ണിയേട്ടുണ്ട്. ഇവിടെ പട്ടാമ്പിന്ന് വന്ന ഒരു സുബിയുണ്ട്. പിന്നെ കൊണ്ടുവന്നൊരുത്ത തടിയൻ രാകേഷ്. അത് ഞാൻ പോകുന്നവരവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അതിൽ പെട്ടെന്ന് അറിയില്ല. അതുണ്ട്. പിന്നെ കുളത്തൂർ സുബ്ബരൻ എന്ന് പറഞ്ഞ ചെക്കുണ്ട്. പിന്നെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കമ്മിറ്റിക്കാരിൽ പെട്ട ഗിരി അവിടെ ഇരുന്നുണ്ട്.
അവിടെ ആ സമയത്ത് അവിടെ നിന്ന് തുണിയിട്ട് കടലാസുണ്ട്. പിന്നെ വേറെ അവിടുന്ന് 2 പിള്ളേരെ അങ്ങോട്ട് ഗിരിയുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഏറെക്കുറെ അവിടെ ഒരു 8 പേരോളം ഉണ്ട് എൻ്റെ അറിവിൽ. സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നും കടുത്ത ചൂടാകാം അപകട കാരണമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് ഡെസ്ക് CCV.